കൃഷി ഒരു സംസ്കാരമാണ്, ആഹാര സമ്പാദന ഉപാധിയാണ്, ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ്, അതേപോലെ തന്നെ പഞ്ചമഹായജ്ഞവുമാണ്. ജീവനെ ആധാരമാക്കിയുള്ള, ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള, അതായത് ഇക്കോളജിയെ കയ്യിലെടുത്തുകൊണ്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി. ജൈവ കൃഷിയുടെ ആചാര്യൻ ബഹുമാനപ്പെട്ട KV ദയാൽ സാർ നടത്തുന്ന ജൈവ കൃഷിയുടെ ജീവത്തായ അറിവുകളുടെ തുടർ ക്ലാസ് ആരംഭിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ദയാൽ സാറിനെ ഈ ക്ലാസ് എടുക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ അറിവുകൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. കൃഷിയുടെ അറിവുകൾ കുറെ പഠിച്ചു. 10-18 എണ്ണമെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മനുഷ്യന് ഒരുക്കലാണ്. കൃഷിക്ക് കേക്കാമോ എൽസി? കൃഷിക്ക് നമ്മൾ മണ്ണൊരുക്കുന്നത് പോലെ മനുഷ്യനെയും കൂടി ഒരുക്കേണ്ടതുണ്ട്. അതായത് കുറെ അറിവുകൾ നേടിയെടുക്കണം. അതിനുശേഷമേ കൃഷിയിലേക്ക് ഇറങ്ങാവൂ. കാരണം പഠിക്കാതെ എന്ത് ചെയ്താലും പരാജയമാവില്ലേ? എന്ത് ചെയ്താലും പരാജയമാവും. കൃഷി സാധാരണ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്ത് പഠിക്കാനായിരിക്കും. അതിനകത്ത് കുറച്ച് ചാണകവും പച്ചലയും ഇട്ട് ചാരവും ഇട്ട് നനയം കൊടുത്താൽ പോരേ എന്നൊരു ധാരണ. എന്ത് സാധനമായാലും ശരി, അത് ശാസ്ത്രീയമായി പഠിക്കാതെ ചെയ്താൽ അത് പരാജയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ജൈവ കൃഷിക്ക് ഒരു ശാസ്ത്രീയത കൊടുത്തു. ആ ശാസ്ത്രത്തിന്റെ പേരാണ് ഇക്കോളജി, പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം. യഥാർത്ഥത്തിൽ കൃഷിയുടെ ശാസ്ത്രം അതാണ്. പക്ഷെ നമ്മൾ വേറെ ശാസ്ത്രങ്ങളെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. അത് മതിയായിരുന്നു നമുക്ക്. പക്ഷേ അത് മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറഞ്ഞു കാണുന്നില്ല. അതായത് നമ്മൾ എടുത്ത ശാസ്ത്രം ഗുണകരമായിരുന്നു എങ്കിൽ, കൃഷിക്കത് ഗുണകരമായിരുന്നു എങ്കിൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഒഴിയുകയാണ് വേണ്ടത്. അങ്ങനെയല്ല കൃഷിക്കാരന്റെ അനുഭവം. കൃഷിയിൽ നിന്ന് ആളുകൾ ഓടി ഒളിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കിട്ടിയാൽ, ഒരു സ്ഥിര വരുമാന മാർഗം കിട്ടിയാൽ ഒരൊറ്റ മനുഷ്യൻ കൃഷിയിൽ ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നുമില്ല. പിന്നെ അതൊരു വിശ്വാസം ഇല്ലാതായി തീർന്നു. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ എടുത്ത ശാസ്ത്രത്തില് എന്തോ പോരായ്മയുണ്ട്, അല്ലെങ്കിൽ എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ അത് ശാസ്ത്രമല്ലായിരിക്കാം. ഏതായാലും നമ്മൾ എടുത്തിരിക്കുന്ന ശാസ്ത്രം ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം എന്ന ശാസ്ത്രമാണ്. അത് നമ്മൾ വ്യക്തമായി പഠിക്കുകയും ചെയ്യും, അത് പഠിപ്പിക്കുകയും ചെയ്യും. എന്താണ് ആ പ്രകൃതി എന്നും അതിൻ്റെ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ എന്താണ്, പ്രകൃതിയുടെ നിയമങ്ങൾ എന്താണ്, ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അതിന് സംബന്ധമായിട്ടുള്ള കുറെ അറിവാണ് നമ്മൾ തുടർന്ന് വരുന്നത്. പിന്നെ ഒരു രണ്ട് അറിവ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൃഷിയിലേക്ക് കയറണം. അതില് ഒന്നാമത്തത്, ഒരു സൂപ്പർ സോയിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഒരു സൂപ്പർ സോയിൽ, അതായത് നമ്മൾ സോയിൽ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, ഫെർട്ടൈൽ സോയിൽ വേണമെന്ന് നമ്മൾ പഠിച്ചു. ആദ്യം എന്താണ് വളക്കൂറ്, അത് എങ്ങനെ എവിടുന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. കാരണം മണ്ണിന് വളക്കൂറില്ലെങ്കിൽ ചെടികളൊന്നും വളരില്ല. നല്ല വളക്കൂറുള്ള മണ്ണിൽ ചെടികളെല്ലാം ആരോഗ്യത്തോടെ വളരുകയും നല്ല വിളവ് തരികയും ചെയ്യും. നമുക്കറിയാം. എന്താണ് വളക്കൂറ്, അത് എങ്ങനെ എവിടുന്ന് വരുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ ഒരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അനിമൽ കിങ്ഡം, അതായത് ജീവി കുടുംബം, പ്ലാന്റ് കിങ്ഡം, സസ്യ കുടുംബം, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എങ്ങനെയാണ് ഈ മേൽമണ്ണിന് വളക്കൂറുണ്ടാക്കുന്നതും കൃഷിക്ക് അനുയോജ്യമായ മണ്ണുണ്ടാക്കി തീർക്കേണ്ടത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം അടുത്ത ഒരെണ്ണം പഠിച്ചു, നല്ല ഹൈബ്രിഡ്
ഹൈബ്രിഡൈസ് ദി സോയിൽ നോട്ട് ദി സീഡ് എന്നാണ് നമ്മുടെ സ്ലോഗൻ. അതായത് ഹൈബ്രിഡ് ആകേണ്ടത് വിത്തല്ല, മണ്ണാണ്. നല്ല ഹൈബ്രിഡ് മണ്ണുണ്ടാക്കിയാൽ ആ മണ്ണിൽ കൃഷി ചെയ്യുന്ന ഏത് വിത്തും ഹൈബ്രിഡൈസ് ചെയ്യപ്പെടും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്, പ്രകൃതിയുടെ ഒരു നിയമമാണ്. നിങ്ങൾ എത്രമാത്രം ഫെർട്ടൈൽ സോയിൽ ആക്കുന്നു, മണ്ണ് എത്രമാത്രം വളക്കൂറ് ഉണ്ടാക്കുന്നു, അത്രമാത്രം മണ്ണ് ഹൈബ്രിഡ് ആകുന്നതിനനുസരിച്ച് വിളവ് കൂടും. ഞങ്ങളുടെ ഇവിടെ 165 കിലോ വരുന്ന കാച്ചിൽ കൃഷി ചെയ്തെടുക്കുന്ന കർഷകനെ ഞാൻ പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ ചേർത്തല തന്നെ 165 കിലോ നൈജീരിയൻ കാച്ചിലാണ്, നമ്മുടെ കാച്ചിലല്ല, നൈജീരിയൻ കാച്ചിലാണ്. 165 കിലോ ഒരു കാച്ചിലിൽ നിന്ന് കൃഷി ചെയ്തു. ഇദ്ദേഹം ഇത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാല്, ആദ്യം നല്ല ഭംഗിയായിട്ട് വളം കൊടുക്കും. തൊഴുത്തിനടുത്താണ് ഇത് നട്ടത്. തൊഴുത്തിലെ കച്ചിലും ചപ്പിയവറും ചാണകവും മൂത്രവും എല്ലാം എല്ലാ ദിവസവും ഇതിന് കൊടുക്കും. 2-3 പശുവുണ്ട്. ഈ 2-3 പശുവിന്റെ ചാണകം ഒരു റൗണ്ടിൽ കൊടുക്കും. പിറ്റേ ദിവസം അര അടി കൂടി മാറ്റിയിട്ട് വളം കൊടുക്കും. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അരയടി മാറ്റിയിട്ട് വളം കൊടുക്കും. ഇങ്ങനെ വലിപ്പം കൂട്ടി കൊണ്ടുപോകും. വേര് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വളം കൊടുക്കുന്നതിന്റെ വിസ്താരം കൂട്ടി എടുത്തു വന്നപ്പോ 165 കിലോ ഉള്ള കാച്ചിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനിയും നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലുതുണ്ടാകും. അത് ജൈവകൃഷിയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് തിരിച്ചു തരും. പക്ഷെ ഇത് രാസവളത്തിലാവില്ല. നിങ്ങൾ ഒരു പരിധിയിൽ കഴിഞ്ഞ് രാസവളം കൊടുത്താൽ ചെടി അങ്ങ് കരിഞ്ഞു പോകും. ജൈവകൃഷിക്ക് അതല്ല, അതിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതായത് അൺലിമിറ്റഡ് ആണ്. ആർക്കും അളക്കാൻ പറ്റില്ല. എത്ര തരും എന്ന് ചോദിച്ചാൽ ആർക്കും അളക്കാൻ പറ്റില്ല. ഒരു കർഷകന്റെ കഴിവാണ്, നിരീക്ഷണമാണ്. അവൻ അതിന് വേണ്ട ചെടിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നോക്കി കൊടുത്തുകൊണ്ടേയിരുന്നാൽ അത് വലിപ്പം കൂടുതൽ കിട്ടും, ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. നമുക്ക് ക്വാണ്ടിറ്റിയെക്കാളും പ്രധാനം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. അതായത് ഫുഡിന്റെ ഒരു പച്ചക്കറി, തക്കാളി ആയാലും പൈനാപ്പിൾ ആയാലും ശരി, വാഴപ്പഴങ്ങളായാലും ശരി, ഇതിന്റെയൊക്കെ ക്വാളിറ്റി, ന്യൂട്രീഷണൽ റിച്ച്നെസ് കൂട്ടാൻ എന്താ വഴി? അതാണ് ഒരു സൂപ്പർ സോയിൽ എന്നുള്ള മാനദണ്ഡത്തിൽ നമ്മൾ പറയുന്നത്. അതായത് നമുക്കൊരു നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ, ഹൈബ്രിഡ് മണ്ണ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ അതിനെയും കവച്ചു വെക്കണം. കാരണം ഈ സൂപ്പർ സോയിൽ ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാൽ അതൊരു മെഡിസിൻ ആകണം. ഏത് രോഗത്തിനും പരിഹാരം തരാൻ പറ്റുന്ന ഒരു മെഡിസിനായി നമ്മുടെ ഭക്ഷണത്തെ മാറ്റിയെടുക്കണം. പ്രകൃതി ചികിത്സയിൽ ഭക്ഷണം തന്നെ മരുന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ട്രേസ് എലമെന്റ്സ്, ഔഷധ മൂല്യങ്ങൾ എന്ത് എന്ന് നോക്കാതെ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ മരുന്നാവില്ല. അത് ഭക്ഷണത്തെ നമുക്ക് മരുന്നാക്കി മാറ്റണം. ആയുർവേദത്തിൽ പറയുന്ന എല്ലാ സസ്യങ്ങളുടെയും ഔഷധ മൂല്യങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് സൂപ്പർ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്കുണ്ടാക്കാം? ഞങ്ങളത് പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങണം. എന്നിട്ട് അത് കഴിച്ചു നോക്കുക. അതിന്റെ സ്വാദ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. അത് നമ്മളുടെ രോഗം മാറ്റമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രമാത്രം രോഗസങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുഷ്പം പോലെ രക്ഷപ്പെടാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം. ഏതായാലും ഒരു ഗവേഷണ മേഖല ഇതിനില്ല ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ തരാൻ. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഗവേഷണം ഇവിടെ നടക്കണേയില്ല. കർഷകനായിക്കൊണ്ട് നമ്മളൊരു ഗവേഷണ പദ്ധതി ആരംഭിക്കണം. അതിന് തയ്യാറുള്ളവർ കുറച്ച് പേർ മെനക്കെടണം. എന്നിട്ട് അതിന്റെ അനുഭവം എന്താണെന്ന് തിരിച്ച് അറിയിക്കുക വേണം. കാരണം നമ്മളൊരു ഹൈബ്രിഡ് സോയിൽ അല്ലെങ്കിൽ നഴ്സറി സോയിൽ പ്രിപ്പറേഷൻ നേരത്തെ പഠിച്ചതാണ്. അതില് പറഞ്ഞിരുന്നത്
വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ തീർന്നാൽ മണ്ണ് ഹൈബ്രിഡ് ആകും. അപ്പോ വൈവിധ്യമാർന്ന ഇലകൾ, കരിയിലകൾ ശേഖരിക്കുക ഒരൈറ്റമായി. എത്ര തരം സസ്യങ്ങളുടെ മാക്സിമം വൈവിധ്യം കൂട്ടുക. എത്ര തരം പച്ചിലകൾ ചേർക്കാം അതിനകത്ത്. ആ നഴ്സറി സെയിൽ പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്ത മാതൃകയിൽ എത്ര തരം പച്ചിലകൾ ചേർക്കാം അത് അന്നേ എഴുതിയിട്ടുണ്ട്, നമ്മൾ എഴുതിച്ചിട്ടുണ്ട്. എത്ര തരം പിണ്ണാക്കുകൾ കൂട്ടാം, എത്ര തരം ചാണകങ്ങൾ, അതായത് പശുവിന്റെ ചാണകം, ആട്ടിന്റെ കാഷ്ടം, എരുമച്ചാണകം, കോഴിക്കാഷ്ടം, താറാവിന്റെ കാഷ്ടം, ഇങ്ങനെ വിവിധ തരം ജീവികളുടെ ഉച്ഛിഷ്ടങ്ങൾ, ചാണകങ്ങൾ, എത്ര തരത്തിലുള്ള മൂത്രം അതിനകത്തോട്ട് കലർത്താം. അപ്പൊ നമുക്ക് വളരെ വൈവിധ്യമാർന്ന ഒരു 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 മിക്സ്ചർ നമുക്ക് കിട്ടും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ചെടി മണ്ണിന് കൊടുക്കുന്ന ട്രേസ് എലമെന്റ് അല്ല മറ്റൊരു ചെടി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വിവിധ ഇനം സസ്യജാലങ്ങളുടെ അവശിഷ്ടം ചേരുമ്പോൾ ആ മണ്ണിന്റെ മൂല്യം ഒരു പടി കൊണ്ട് കടന്നു പോവുകയാണ്, ഹയറാവുകയാണ് ചെയ്യുക. അപ്പൊ അതിനാണ് ഇത് പറയുക, ഹൈബ്രിഡ് മണ്ണുണ്ടാക്കുമ്പോൾ പരമാവധി വൈവിധ്യം കൂട്ടുക. ഇത് കാടിന്റെ അറമ്പിലുള്ളവർക്ക് വളരെ സൗകര്യമായിരിക്കും. കാടും ചപ്പിയവറുകൾ ഈസി ആയിട്ട് കിട്ടുന്ന ഏരിയയിൽ ഇതായിരിക്കും. കളകൾ വെട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കളകളിൽ ഒരുപാട് വൈവിധ്യം കാണും. ഇപ്പൊ റോഡറമ്പിൽ വളരുന്ന കളകൾ വൈവിധ്യം നമുക്ക് എണ്ണി തീർക്കാൻ ചിലപ്പോൾ പറ്റില്ല, അത്രമാത്രം വൈവിധ്യം കാണും കളകൾക്ക്. അപ്പൊ കളകൾ വെട്ടിക്കൂട്ടണം, കരിയിലകൾ വെട്ടിക്കൂട്ടണം, പച്ചില ഇടാവുന്നത്ര ഇടണം, പിണ്ണാക്കെല്ലാം എങ്ങനെ ഇടണം എന്നുള്ളത് വൈവിധ്യം കൂട്ടണം. കാരണം ഇക്കോളജിയുടെ പ്രിൻസിപ്പിൾ ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്നാണ്. എത്രമാത്രം വൈവിധ്യം കൂടുന്നോ അത്രമാത്രം സസ്റ്റൈനബിൾ ആയിരിക്കും, നിലനിൽക്കും. അത് വൈവിധ്യമാണ് നിലനിൽപ്പിന്റെ ആധാരശില. അത് ഇക്കോളജിയുടെ ഒരു തത്വമാണ്. അപ്പൊ സയൻസിന്റെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പരമാവധി വൈവിധ്യം കൂട്ടിയെടുക്കുക. താമസിയാതെ തന്നെ ഈ കരിയിലകളെ പൊടിക്കുന്ന ഒരു മെഷീൻ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കരിയിലകളെ പൊടിച്ച് എടുക്കാൻ അവല് പോലെ പൊടിച്ച് കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മെക്കാനിക്കലിന്റെ പറഞ്ഞിരിക്കുകയാണ്, അവല് പോലെ കരിയിലകൾ പൊടിച്ച് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഇത് സാധ്യമാക്കാം. അതായത് നമ്മളൊരു സൂപ്പർ സോയിൽ ഉണ്ടാക്കാനായിട്ട് വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കരിയിലകൾ പൊടിച്ചെടുക്കുക. ഇപ്പൊ കരിയിലകൾ നമ്മൾ അവിടെ കിടക്കുന്നത് മെനകേടായിട്ട് കാണുന്നതുകൊണ്ടാണ് അത് കത്തിച്ച് കളയുന്നത്. തീ ഇടരുതെന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. തീ ഇടാതിരിക്കണമെന്നുണ്ടെങ്കിൽ, മനുഷ്യൻ തീ ഇടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വീടിനും ഉപയോഗിക്കാൻ പറ്റിയ, അവർക്ക് താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ഒരു ചെറിയ മെഷീൻ സംവിധാനം നമുക്ക് വേണം. അത് താമസിയാതെ തന്നെ മാർക്കറ്റിൽ ഇറക്കും. ഉടനടി എന്ത് പൈസ വന്നാലും ഉടൻ ചെയ്യാനായിട്ട് ഞാൻ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ചെയ്ത് മെഷീൻ തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർ സോയിലിലേക്ക് പോകേണ്ടതുണ്ട്. ഉടൻ തന്നെ സൂപ്പർ സോയിലിലേക്ക് പോകണം. അത് ഒരു 10-15 ദിവസം കൊണ്ട് ആ സോയിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. അത്തരത്തിലുള്ള കാര്യം. ഇതിനോടൊപ്പം കടൽ ഇതിനകത്തോട്ട് ചേരണം. കടൽ എന്ന് പറഞ്ഞാല് കടലിലെ പായൽ, അതും ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ്. അതായത് നമ്മള് തമിഴ്നാട്ടില് രാമേശ്വരം ഏരിയയില് കടൽ പായൽ നമ്മുടെ കുളത്തിലും കായലിലും ഒക്കെ വളരുന്നത് പോലെ തന്നെ കടലിൽ വളരുന്ന പായൽ നമുക്ക് കിട്ടും. വളരെ ചീപ്പായിട്ട് കിട്ടും. അത് പോയി കളക്ട് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ഉടനെ വരും. കാരണം കടൽ വെള്ളത്തിൽ എല്ലാ ട്രേസ് എലമെന്റും ഉണ്ട്. ആയുർവേദത്തിലെ ഔഷധ മൂല്യം എന്ന് പറയുന്നത് ട്രേസ് എലമെന്റ് ആണ്. അപ്പൊ കടൽപ്പായലിൽ എല്ലാ ട്രേസ് എലമെന്റും ഉണ്ട്. അത് ചെടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കടൽപ്പായലിലും പരമാവധി വൈവിധ്യമുള്ളത് ശേഖരിക്കണം. അങ്ങനെയാണ് അത് വളരുക. കള വളരുന്ന പോലെ വളരുകയാണ്. അപ്പൊ കടൽപ്പായൽ നമുക്ക് കൊണ്ടുവരാം. കടൽ കക്ക പൊടിച്ച് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു. കാരണം കടൽ കക്കയില് നമുക്ക് എല്ലാ ട്രേസ് എലമെന്റും ഉണ്ട്. SPCയുടെ pH ബൂസ്റ്റർ കടൽ കക്കയാണ്. അതുകൊണ്ടാണ് അത് എടുത്തിട്ടാൽ അതിന്റെ ഗുണം കാണുക. pH ബൂസ്റ്റർ ഇട്ടാൽ pH ബാലൻസിങ് മാത്രമല്ല, അതിനകത്ത് എല്ലാ ട്രേസ് എലമെന്റും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് കടൽ കക്ക പൊടിച്ച്
മാർക്കറ്റിൽ ഇറക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കടൽ ചെളി ഒരു നേരിയ തോതിൽ അതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. കടൽ ചെളി ചേർക്കാം. കടൽ മീനിന്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി ഇതിനകത്തോട്ട് ചേർക്കാം. കടൽ കക്ക, കടൽ ചെളി, കടൽ വെള്ളം ഒരു ലിറ്ററിന് 30 ലിറ്റർ വെള്ളം ചേർത്ത് ഇതിനകത്ത് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഈ നമ്മളുടെ നഴ്സറി സോയിലിനകത്ത് ഇതും കൂടി ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും അതൊരു സൂപ്പർ സോയിലായിരിക്കും. ഒരു സൂപ്പർ സോയിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമുക്ക് എടുക്കണം. അതിലൂടെ മാത്രമേ നമ്മുടെ ആരോഗ്യ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. ഒരു മരുന്നിനും ഒരു ഡോക്ടർക്കും ഒരു ആശുപത്രിക്കും ഇനി വരാൻ പോകുന്ന രോഗങ്ങളെ ഭേദപ്പെടുത്താനാവില്ല. ഇനി വരാൻ പോകുന്ന ഇപ്പൊ ഉണ്ടല്ലോ രോഗങ്ങൾ, ഇനി വരുന്ന പകർച്ചവ്യാധികളെ തടുക്കാൻ അതിന് പറ്റില്ല. അപ്പൊ നമ്മള് മുൻകരുതൽ എടുത്തേ പറ്റൂ. നമ്മുടെ ആരോഗ്യ വിഷയത്തിൽ നമ്മൾ വളരെയധികം മുൻകരുതൽ എടുത്തേ പറ്റൂ. ഞാൻ ഈ വിഷയം കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ വിഷയത്തിന്റെയും ഒരു ക്ലാസ്, ഇക്കോളജി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്തിനെ പറ്റിയുള്ള ക്ലാസ്, ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ക്ലാസ്സും കൂടി കുറെ ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ തരും. അപ്പൊ മനസ്സിലാകും ഈ ജൈവ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പ്രസക്തി എന്താണെന്ന്. ഇങ്ങനെ നമുക്കൊരു കമ്പോസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സോയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ചട്ടിയിൽ നിറയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കുകയോ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ നേരെ മണ്ണിലേക്ക് കൊടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് വിളയിച്ചെടുക്കണം. ആ ഭക്ഷണം ലാബിൽ ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് കൺഫേം ചെയ്യണം എന്തെല്ലാം ന്യൂട്രീഷണൽ റിച്ച്നെസ് അതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. കാരണം ഭാവി ഒരു പ്രൊഡക്റ്റിന്റെ, ഒരു പച്ചക്കറിയുടെ, പഴത്തിന്റെ വില തീരുമാനിക്കുന്നത് ആ പഴത്തിനകത്തെ ന്യൂട്രീഷണൽ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഇപ്പൊ നമ്മള് വാങ്ങണത് തൂക്കി 1 കിലോയ്ക്ക് ഇന്നതെന്നാണ്. ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇതിനകത്ത് ന്യൂട്രീഷണൽ റിച്ച്നെസ്, എത്രമാത്രം ന്യൂട്രീഷൻ ഉണ്ട് അത് എന്ന് നോക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ഇപ്പോഴേ നമ്മൾ അതിന് എക്സ്പീരിയൻസ്ഡ് ആയി വരേണ്ടതുണ്ട്. അതിനാണ് സൂപ്പർ സോയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ഇതില് കാടിന്റെ ഓരത്ത് താമസിക്കുന്നവർക്ക് നല്ല സ്കോപ്പാണ്. ഒപ്പം കടലോരത്ത് താമസിക്കുന്നവർക്കും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കണം. അത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിന് തയ്യാറുണ്ടെങ്കിൽ അതിന് മുന്നിട്ട് ഇറങ്ങണം. കാര്യം ഇത്രയേ ഉള്ളൂ. കിഴക്കോട്ട് മറ്റുള്ള ദൂരപ്രദേശങ്ങളിലുള്ളവർക്ക് കടൽ വെള്ളം കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ കടൽ വെള്ളം 20 ലിറ്റർ കയറ്റി കന്നാസിനകത്താക്കി, കാറിനകത്താക്കി, അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. കടലോരങ്ങളിൽ താമസിക്കുന്നവർ തയ്യാറുള്ളവർ ഈ കടൽ വെള്ളം ഒരു ടാങ്കിലിട്ട് സൂര്യപ്രകാശം കൊണ്ട് 1/3 വറ്റിക്കണം. അതായത് ഒരു 100 ലിറ്റർ കടൽ വെള്ളത്തെ ഒരു 33 ലിറ്റർ ആക്കി പറ്റിക്കണം. വെയിൽ കൊണ്ട് പറ്റിയാൽ മതി. ഏതെങ്കിലും ഒരു ടാങ്ക് കെട്ടാം, അല്ലെങ്കിൽ വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് അതിൽ സിൽപോളിൽ ഷീറ്റ് ഇടാം. അതിനകത്ത് കടൽ വെള്ളം നിറയ്ക്കുക. കടലോരത്തുള്ളവർക്ക് ഒരു തൊഴിലവസരമാണ്. അത് 1/3 വറ്റുമ്പോ 1 ലിറ്റർ വീതമുള്ള അല്ലെ 2 ലിറ്റർ വീതമുള്ള പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം കുടിക്കുന്ന കുപ്പിക്കകത്താക്കുക, മാർക്കറ്റ് ചെയ്യുക. നല്ല കുടിവെള്ളം മാർക്കറ്റ് ചെയ്യുകയെങ്കിൽ കടൽ വെള്ളവും നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഭയങ്കര സ്കോപ്പായിരിക്കും. കാരണം കടൽ വെള്ളം കൊണ്ടുപോയി കാന്തല്ലൂർ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. കാന്തല്ലൂര് ഇനി ഞാൻ വളരെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞു. 1 ലിറ്ററിന് 30 ലിറ്റർ ആണിപ്പോ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഇതുപോലെ തയ്യാറാക്കി കുപ്പിയിലാക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 100 ലിറ്റർ നല്ല വെള്ളം ചേർക്കാൻ നമുക്ക്. അപ്പൊ നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ചെലവും കൈകാര്യം ചെയ്യാനുള്ള ഇതും മാറിക്കിട്ടും. ഇപ്പൊ കടലോരങ്ങളിൽ താമസിക്കുന്നവർ
ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ്, സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതില് നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ടെങ്കിലും അതിനായിട്ട് തുനിഞ്ഞാൽ അതിന് വേണ്ട ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കാം. അതൊരു വരുമാന മാർഗമാക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. കാരണം ലോകം മുഴുവൻ സൂപ്പർ സോയിലിലേക്ക് പോവുകയാണ്. ഫുഡ് ഭക്ഷണമാക്കി വരാൻ പോകുന്ന ഒരു പദ്ധതിയിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ മെഡിസിൻ ബയോമെഡിസിനിലേക്ക് നീങ്ങുകയാണ്. അതായത് ആധുനിക ചികിത്സാ ശാസ്ത്രം ബയോമെഡിസിനിലേക്ക് നീങ്ങുകയാണ്. അടുത്ത സ്റ്റേജിൽ അവർ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നീങ്ങുകയാണ്. ആ ഫങ്ഷണൽ മെഡിസിൻ ആധുനിക ശാസ്ത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ സൂപ്പർ സോയിൽ വിളയുന്ന ഭക്ഷണമാണ് ഫങ്ഷണൽ മെഡിസിൻ. അതായത് നമ്മളിപ്പോ തയ്യാറാക്കുന്ന ഒരു മെഡിസിൻ ആണെന്ന് മനസ്സിലാക്കുക. ഒരു മെഡിസിൻ ഇന്നതിന് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിന്റെ ന്യൂട്രീഷണൽ റിച്ച്നെസ് വിലയിരുത്തി ആയിരിക്കും നമ്മളുടെ ഭക്ഷണം. പിടിച്ചുപറി ഉണ്ടാവും. കേരളത്തിലെ ഭക്ഷണത്തിന് ലോകം മുഴുവൻ ക്യൂ നിൽക്കുമെന്ന് വർഷങ്ങളായി ഞാൻ പറയുന്നുണ്ട്. കാരണം എനിക്കിതറിയാം. ഇത്രമാത്രം ജൈവ വൈവിധ്യം ഉള്ള ഒരു പ്രദേശം വളരെ കുറവാണ്. അപ്പൊ കേരളത്തിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം സസ്യജാലങ്ങളുടെ വൈവിധ്യമുണ്ട്, ജീവജാലങ്ങളുടെ വൈവിധ്യമുണ്ട്. എത്രമാത്രം വൈവിധ്യമുണ്ട്. കടല് നമുക്കുണ്ട്. കേരള തീരം, കേരളത്തിന്റെ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് കടൽ നമുക്കുണ്ട്. 3-3.5 മണിക്കൂർ ഓടിയാൽ എത്തുന്ന വീതിയെ നമ്മുടെ കേരളത്തിനുള്ളൂ. അതുകൊണ്ട് ഈ കടൽ വെള്ളത്തെ എവിടെ വേണേലും നമുക്ക് എത്തിക്കാൻ പറ്റും. അതും കൂടി നമ്മളുടെ പദ്ധതിയിലേക്ക് ആകുന്നു. ഇതാണ് ഒരു സൂപ്പർ സോയിലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ചെയ്യാൻ തയ്യാറുള്ളവർ ബന്ധപ്പെടുകയും ചെയ്യുക. കടൽ വെള്ളത്തെ കിട്ടണം. അത് നമ്മൾ നടപ്പിലാക്കുകയും ചെയ്യും. അതിന് യാതൊരു സംശയമില്ല, നടപ്പിലാക്കും. കടൽ വെള്ളം കേരളത്തിൽ എവിടെയും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കുപ്പിയിലാക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് കുപ്പിയിലാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് പദ്ധതി തന്നെയായിരിക്കും അത്. അടുത്ത ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, കാടാവാൻ ഒരു വെമ്പൽ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും കാണാം. എവിടെ നോക്കിക്കും കാടായി മാറാൻ ഒരു വെമ്പൽ. അതായത് മനുഷ്യൻ കയറാതെ വെട്ടിത്തെളിക്കാത്ത ഒരു ഏരിയ എവിടെയെങ്കിലും കിടന്നാൽ പതുക്കെ പുല്ല് പിടിച്ച് കുറ്റിച്ചെടി പിടിച്ച് അവിടെ കാടാക്കി മാറ്റുന്നത് കാണാം. ഒരു വീട്, ആ വീട് ഗേറ്റ് പൂട്ടി എവിടെയെങ്കിലും പോയി ഒരു 10 വർഷം കഴിഞ്ഞ് അവിടെ വന്ന് നോക്കിയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ആ കോമ്പൗണ്ട് വളരെ നീറ്റായിട്ട് കിടന്ന ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞ് ആരും അതിനകത്ത് കയറാതെ ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ അവിടെ എന്തായി തീരുവത്? അവിടെ മുഴുവൻ പുല്ല് പിടിച്ച് കുറ്റിച്ചെടി പിടിച്ച് കാടാക്കി മാറ്റിയിരിക്കുന്ന കാണാം. ഉറുമ്പുകൾ വന്ന് ആ നമ്മുടെ കെട്ടിടത്തിന്റെ ഭിത്തിയുടെ അടിയിലെ മണലുകൾ എടുത്ത് മാറ്റി അത് ഇടിഞ്ഞു പൊളിക്കുന്ന കാണാം. ആല് വർഗത്തിൽപ്പെട്ട ചെടികൾ കെട്ടിടത്തിന്റെ മേളിൽ പിടിച്ച് വേരുകൾ ഭിത്തിക്കുള്ളിലേക്ക് കയറ്റി കെട്ടിടത്തെ പൊട്ടിച്ച് നിലത്തിടുന്നത് കാണാം. അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും കാടാവാൻ ഒരു വെമ്പൽ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും. എൽസി വർത്തമാനം കേൾക്കുന്നു. അതായത് മനുഷ്യൻ കെട്ടിയ കൊട്ടാരത്തെ പോലും ഇടിച്ച് നിരപ്പാക്കി കാടാക്കി മാറ്റുന്ന പ്രക്രിയ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും കാണാം. പ്രകൃതിയുടെ കാടാവാനുള്ള ഈ വെമ്പലിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമുക്കൊരു കൃഷിയാവില്ലേ? ഇത്രയുള്ള പ്രശ്നം. പ്രകൃതിക്കൊരു വെമ്പലുണ്ടെങ്കിൽ, കാടാവാൻ ഒരു വെമ്പലുണ്ടെങ്കിൽ അതെങ്ങനെ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വെമ്പലിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമുക്കൊരു കൃഷി രൂപപ്പെടുത്തിക്കൂടെ? അതാണ് നമ്മുടെ. അതായത് പ്രകൃതിക്ക് കാടാവാൻ ഒരു വെമ്പലുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ കാടാവാൻ ഒരു വെമ്പലിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അത് നമ്മൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു.
വളരെ സിമ്പിളായിട്ട് അത് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാടാവാൻ ഒരു വെമ്പൽ അതിപ്രധാനമായ ഒരു പോയിന്റാണ് ജൈവ കൃഷിയിൽ. അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് പതുക്കെ കൃഷി പഠിച്ചു തുടങ്ങാം. കൃഷിനെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. കൃഷി പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനം. 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, എന്തിനാണ് ജൈവ കൃഷി? അത് നമ്മൾ പഠിക്കണം. എന്തിനാണ് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ? എന്തിനാണ്, എന്താണ് ജൈവ കൃഷി? ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ജൈവ കൃഷി? ഈ 3 കാര്യങ്ങളാണ്. എന്തിനാണ് ജൈവ കൃഷി, എന്താണ് ജൈവ കൃഷി, എങ്ങനെയാണ് ജൈവ കൃഷി? ഇതാണ് നമ്മൾ ഇനി പഠിക്കേണ്ട സബ്ജക്റ്റ്. അതാണ് നമ്മൾ അതിലേക്കാണ് കയറുന്നത്. എന്തിനാണ് ജൈവ കൃഷി? ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതായത് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് അത്രയും വിഷത്തിൽ കുളിപ്പിച്ചതായി. അരിയും ഗോതമ്പും പഴങ്ങളും പച്ചക്കറികളും പാലും മുട്ടയും മത്തി ഉൾപ്പെടെ സർവ്വതും വിഷമയമായി. ഇത് ആര് ചെയ്തു എന്നുള്ളതല്ല, ആര് ചെയ്യിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? സർവ്വതും വിഷമയമായി. മായം ചേർക്കാത്ത ഒരു സാധനം കിട്ടിയില്ല എന്ന് മനസ്സിലായി. മനുഷ്യനും മായം ചേർന്നതായി. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോ നമുക്ക് ഇതിൽ നിന്നൊരു മുക്തി വേണം. നമുക്ക് വിഷമില്ലാത്ത പോഷക സമ്പുഷ്ടമായ ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പോ ജൈവ കൃഷി എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പദ്ധതിയാണ്, ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ് ജൈവ കൃഷി. അത് വെറും കൃഷിയായിട്ട് കാണരുത്. അതായത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം മണ്ണാണ്. മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്ന് നാം തിരിച്ചറിയണം. ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം, അതിന് മാത്രമേ നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റൂ. അതായത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യ പടി തുടങ്ങേണ്ടത് മണ്ണിലാണെന്ന് സാരം. അത് കൃഷിയിലാണ്, മണ്ണിലാണ് സാധനം. അപ്പൊ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ആധുനിക കൃഷിയെ തോപ്പിക്കാനോ വേറെ ആരെങ്കിലും പിന്നിലാക്കാൻ ഇതൊന്നുമല്ലത്. ഇതൊരു ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്, ഒരു ശാരീരിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും വിഷമയമായി തീർന്നിരിക്കുന്നു. വിഷമുള്ളത് കഴിച്ചിട്ട് കുടിച്ചിട്ട് ശ്വസിച്ചിട്ട് രോഗം വരരുത് എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം. രോഗം വരുമോ ഇല്ലയോ? ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഈ ക്യാൻസറിന്റെ കാരണം കീടനാശിനി ആണോ ഇല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അനുവദനീയമായ തോതിൽ കീടനാശിനി ആവാം. അതൊരു തെറ്റായ നിലപാടാണ്. വിഷം തന്നെയാണ്. അത് അനുവദനീയമായ തോത് എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ ഭാഗമാണ്. വിഷമില്ലാത്തത് തന്നെ വേണം. വിഷം ഉള്ളിൽ ചെന്നാൽ അത് വിഷമായതുകൊണ്ട് തന്നെ വെളിയിലേക്ക് പോകാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിന് ഇല്ലാത്തത് കൊണ്ട്, ഒരു കെമിക്കലായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്യും. അക്യൂമുലേറ്റ് ചെയ്ത് ഒരു സ്റ്റേജ് വരുമ്പോഴത്തായിരിക്കും അത് നമ്മൾക്ക് രോഗകാരണമാകുന്നതും മാരക രോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും. അതുകൊണ്ട് ഒരു തരി രാസവളം പോലും ഇനി മണ്ണിലേക്ക് ഇടരുത്. ഒരു തരി കീടനാശിനി പോലും അടിക്കരുത്, കളനാശിനി അടിക്കരുത്. എത്ര നഷ്ടപ്പെട്ടാലും കഷ്ടം സഹിച്ചാലും ശരി, വിഷമില്ലാത്തത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഒരു തരി പോലും ഇടാതെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ശരിയാണ്, കുറെ കഷ്ടപ്പാടുണ്ട്, നഷ്ടം സഹിക്കേണ്ടി വരും. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്തെ വിഷം, ടോക്സിൻ എല്ലാ മനുഷ്യരിലും എത്തിക്കഴിഞ്ഞു. സകല മനുഷ്യരിലും എത്തിക്കഴിഞ്ഞു. താങ്ങാനാവില്ല, ഇനി മുന്നോട്ട് പോകാനാവില്ല, ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല. കാരണം നമുക്ക് കിഡ്നിയും ലിവറും ഡാമേജ് ആകുന്ന ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഒരു പനി വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ കിഡ്നി ഡാമേജ് ആകുന്നു, ലിവർ ഡാമേജ് ആകുന്നു. അതിനെ നമ്മൾ ഡെങ്കിപ്പനി എന്ന് വിളിച്ചു, എലിപ്പനി എന്നൊക്കെ പേരിട്ടു. കിഡ്നിയും ലിവറും ഡാമേജ് ആകുന്നുണ്ടെങ്കിൽ, അത് മരണകാരണമാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ലിവർ ഡാമേജ് ആകുന്നു?
എന്തുകൊണ്ട് ഒരു കിഡ്നി ഡാമേജ് ആകുന്നു എന്ന കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തോ വിഷങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് വിഷങ്ങൾ എത്തിയാൽ അതിനെ നിർവീര്യമാക്കേണ്ടത് ലിവറാണ്, പുറന്തള്ളേണ്ടത് കിഡ്നിയാണ്. ഇത് രണ്ടുമാണ് കേടായിരിക്കുന്നത്. ഇത് രണ്ടും കേടായിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എങ്ങനെയോ വിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ കടക്കുന്നുണ്ട് എന്നാണ് സാരം. അതിനെ ഡെങ്കിപ്പനിയെന്നോ എലിപ്പനിയെന്നോ പേരിട്ട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വേണ്ടി വന്നാൽ ആധുനിക ചികിത്സാ ശാസ്ത്രത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെങ്കിപ്പനി വന്ന് മരിച്ച, എലിപ്പനി വന്ന് മരിച്ച ഒരു ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ലിവറും കിഡ്നിയും ലാബിൽ പരിശോധിച്ചാൽ മതി. എത്രമാത്രം കീടനാശിനികൾ അതിൽ അക്യൂമുലേഷൻ ഉണ്ട്, ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആക്സിഡന്റ് ആയാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യണില്ലേ? ഒരു മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഇത് എന്തുകൊണ്ട് തന്നെയാണ് ഇത് വരണത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പഠനം. ഒരു ഡെങ്കിപ്പനി വന്നു അല്ലെങ്കിൽ എലിപ്പനി വന്നു, ലിവറും കിഡ്നിയും ഡാമേജ് ആയി, എത്രമാത്രം ലിവറിൽ കീടനാശിനിയുടെ അംശം അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പഠിക്കേണ്ട ബാധ്യത ആരോഗ്യം എങ്ങനത്തില്ലേ? അത് ചെയ്താൽ വ്യക്തമായി കിട്ടും. അതായത് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്ത് വിഷങ്ങൾ ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്തത് കിട്ടിയേ പറ്റൂ. അതായത് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളതാണ്. മറ്റൊന്ന്, ശാരീരിക ആരോഗ്യം മാത്രമല്ല, മലയാളിയുടെ മാനസികാരോഗ്യം തകർച്ചയിലാണ്. മാനസികാരോഗ്യം തകർച്ചയിലാണ്, ആത്മീയ ആരോഗ്യം തകർച്ചയിലാണ്, കുടുംബത്തിന്റെ ആരോഗ്യം തകർച്ചയിലാണ്, സമൂഹത്തിന്റെ ആരോഗ്യം തകർച്ചയിലാണ്. നമ്മൾ ആരോഗ്യ തകർച്ചയുടെ നെല്ലിപ്പലകിൽ എത്തി നിൽക്കുന്ന സമൂഹമാണ്. എത്രമാത്രം ഹോസ്പിറ്റൽസ്, എത്രമാത്രം ചികിത്സാ ശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു വീട് പോലും രോഗമില്ലാത്തവരുടേതായി ഇന്ന് കേരളത്തിൽ ഇല്ല. അതും കഴിഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും രോഗികളായി കഴിഞ്ഞിരിക്കുന്നു. അതും കഴിഞ്ഞിരിക്കുന്നു. ഒരു രോഗിയിൽ തന്നെ 10ഉം 15ഉം രോഗങ്ങൾ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ആരോഗ്യ സംരക്ഷണത്തിൽ കേരളം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. ആശുപത്രികളുടെ എണ്ണം കൂടിയത് കൊണ്ടോ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ടോ, മെഡിസിറ്റി പോലുള്ള ആശുപത്രിയുടെ സിറ്റികൾ ഉണ്ടായത് കൊണ്ടോ, ആയുർവേദം ഉണ്ടായത് കൊണ്ടോ, ആയുഷ് വ്യാപകമാക്കിയത് കൊണ്ടോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നാം മുൻപന്തിയിലാവില്ല. ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും ആരോഗ്യസ്ഥിതിയാണ് വിലയിരുത്തേണ്ടത്. ആരോഗ്യരംഗത്ത് നാം എവിടെ നിൽക്കുന്നു എന്ന്. അല്ലാതെ ആയുസിന്റെ ദൈർഘ്യം കൂടിയത് ആരോഗ്യ സംരക്ഷണ പദ്ധതിയല്ല. എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം, അതല്ല വേണ്ടത്. ആരോഗ്യമുള്ള മനുഷ്യനെ നമുക്ക് ഇരിക്കാൻ വേണം. അപ്പൊ നമുക്ക് ഒരു ശാരീരിക ആരോഗ്യ പദ്ധതിയായി ഇതിനെ കണക്കാക്കണം. അതിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് കൊടുക്കണം. മറ്റൊന്ന്, ഒരു മാനസിക ആരോഗ്യ പദ്ധതിയാണ്. അതായത് എത്രമാത്രം മാനസികമായ ആരോഗ്യ തകർച്ച ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഓരോ ദിവസത്തെയും പത്രത്തിൽ വായിക്കുന്ന ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മകൻ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നു, അച്ഛൻ മക്കളെ കൊല്ലുന്നു. എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ഇത് പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പത്രമാധ്യമങ്ങള് കൊണ്ട് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. തെറ്റാണ്. മാനസികാരോഗ്യ തകർച്ചയിലാണ് കേരളം. അപ്പോ ഇതിന്റെ കാരണം എന്താണ്? അന്നമയ കോശമാണ് മനോമയ കോശം. അന്നമാണ് കഴിക്കുന്ന അന്നം, കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കൊള്ളുന്ന അഗ്നി, കേൾക്കുന്ന ശബ്ദം. ഈ പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളാണ്. ഈ 5 അന്നങ്ങളുടെയും ക്വാളിറ്റി അതാണ് അമ്മയിലെ അണ്ടത്തിന്റെ ക്വാളിറ്റി. ഈ 5 അന്നങ്ങളുടെയും ക്വാളിറ്റിയാണ് അച്ഛനിലെ ബീജത്തിന്റെ ക്വാളിറ്റി. അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റിയാണ് അനന്തര തലമുറയായ കുഞ്ഞിന്റെ ക്വാളിറ്റി. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷമായാൽ എന്തായിരിക്കും അവസ്ഥ? മന്ദബുദ്ധികളുടെ എണ്ണം കൂടുമോ?
ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ എണ്ണം കൂടുമോ? എന്തെല്ലാം ആയിരിക്കും നമുക്കുണ്ടാവുക? അംഗവൈകല്യം വന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഓട്ടിസം ബാധിച്ചവരുടെ കുട്ടികളെ കൊണ്ട് താങ്ങുന്ന ഓരോ അമ്മമാർ പെടുന്ന പെടാപ്പാട് വലുതായി കഴിഞ്ഞാൽ, ഇതുപോലെ മന്ദബുദ്ധികളായ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ, തൂക്കവും വണ്ണവും പൊക്കവും വെച്ച് കഴിഞ്ഞാൽ എന്തെടുക്കാൻ പറ്റും? ഇത് മാനസിക ആരോഗ്യ തകർച്ച സംഭവിച്ചിരിക്കുന്നു. അന്നമയ കോശമാണ് മനോമയ കോശമാവുക. അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. അന്നമയ കോശം, മനോമയ കോശം. അറിയാവുന്ന നാടാണ് ഭാരതം. അന്നത്തിന്റെ, അതായത് ഭാരതത്തിന്റെ അറിവ് മാത്രമല്ല, ആമാശയം സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആമാശയം സെക്കൻഡ് ബ്രെയിൻ ആണ്. നിങ്ങൾ ആമാശയത്തിലേക്ക് ഇടുന്നത് എന്തോ അതനുസരിച്ചാണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അന്നമയ കോശമാണ് മനോമയ കോശം. അന്നങ്ങൾ 5 വിഷമയമായാൽ വിഷം മനസ്സേ ഉണ്ടാവൂ. വിഷമനസ്സിൽ വിഷചിന്തകൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. അതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ മദ്യപാനിയായി കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന മാറ്റം നമുക്ക് വ്യക്തമല്ലേ? മദ്യത്തിന്റെ ലഹരിയിൽ അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂടുക? യഥാർത്ഥ മനുഷ്യനാകാതെ അല്ല, ഒറിജിനൽ മനുഷ്യനിൽ നിന്നും മാറിപ്പോയില്ലേ അത്? അവൻ അന്നം തെറ്റിയതല്ലേ? അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക. മാനസിക ആരോഗ്യം കേരളം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിനാണ് ജൈവകൃഷി. എന്തിനാണ് ജൈവകൃഷി എന്നുള്ളതാണ്. മാനസിക ആരോഗ്യം വീണ്ടെടുക്കാനാണ്. ഇനി അടുത്തത് അന്നമയ കോശം, മനോമയ കോശം. ആ മനോമയ കോശത്തിലാണ് വിജ്ഞാനമയ കോശം ഉണ്ടാവുക. വിജ്ഞാനം ചോർന്നു വരിക. വിജ്ഞാനം ഉണ്ടാകുന്നത് ശരിയായ മനസ്സിൽ മാത്രമാണ്. വിജ്ഞാനമയ കോശത്തിൽ നിന്നാണ് തേജസ് ഉണ്ടാവുക, കഴിവുണ്ടാവുക. തേജോമയ കോശത്തിൽ നിന്നേ ആനന്ദമയ കോശത്തിലേക്ക് പോകാൻ പറ്റും. അതായത് ആനന്ദം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയതയിലൂടെ ആത്മാവാണ് ആനന്ദം, ആനന്ദമാണ് ആത്മാവ്. അപ്പൊ ആത്മീയതയിൽ നമ്മൾ ശരിയായ ഒരു ആത്മീയ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്താലേ പറ്റൂ. അതായത് ശാരീരിക ആരോഗ്യത്തിന് അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ജൈവകൃഷി വേണം താനും. ഇനി മാനസികമാരോഗ്യത്തിന് അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ജൈവകൃഷി വേണം താനും. ആത്മീയ ആരോഗ്യത്തിനും അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. അതിനും ജൈവകൃഷി കൂടിയേ ചെയ്യൂ. ഇത് ശരിയാണോ ഇല്ലെന്നറിയാൻ നാം എന്ത് ചെയ്താൽ മതി? ഒരു ജയിൽ ഡിസൈൻ ചെയ്താൽ മതി. ഇന്ന് ഒരു ജയിൽ എത്ര ഈസി ആയിട്ട് ജയിൽ ചെയ്യാം. കുറ്റവാളികളെ ഇട്ടിരിക്കുന്ന ഒരു ജയിലിൽ അവന്റെ അന്നം കറക്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അവനവൻ കഴിക്കുന്ന ഒരു ജയിൽ സംവിധാനം, ശരിയായ ഒരു അന്നം കൊടുക്കുന്ന ഒരു ജയിൽ സംവിധാനം കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് ഒരു ജയിലിൽ എന്തായാലും ജയിലിൽ കിടക്കാണ് കുറ്റവാളികൾ. ആ കുറ്റവാളികൾ മണ്ണിൽ പണിയെടുക്കട്ടെ, അല്ലാതെ തീറ്റ കൊടുക്കരുത്. ഒരു മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് വിയർപ്പൊലുക്കി ഒരു വെണ്ടക്ക ഉണ്ടാക്കി കഴിക്കട്ടെ. ആ ശരിയായ അന്നം അവന് കൊടുത്തു നോക്കട്ടെ. അവനൊരു ശരിയായ മനുഷ്യനായി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് സാധ്യമാണ്, 100% സാധ്യമാണ്. അല്ലെങ്കിൽ അന്നമയ കോശം, മനോമയ കോശം തെറ്റ് എന്ന് എഴുതി തള്ളാം നമുക്ക്. പക്ഷെ ഇതെവിടെയെങ്കിലും പരീക്ഷിച്ച് ബോധ്യം വരേണ്ട കാര്യമാണ്. അതിനൊരു ജയിൽ സംവിധാനമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലാതെ തിങ്കളാഴ്ച ദിവസം മുട്ടയും അപ്പവും മുട്ടയും, ചൊവ്വാഴ്ച ദിവസം ഇറച്ചിക്കറിയും ബിരിയാണി ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുക? ചെറിയ കള്ളൻ 6 മാസത്തേക്ക് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു പെരുങ്കള്ളനായി തിരിച്ചു വരുന്ന ഒരു ജയിൽ സംവിധാനം പൊളിച്ചു കളയേണ്ട കാലം കഴിഞ്ഞില്ലേ? ഇന്നും നമ്മളത് താങ്ങിക്കൊണ്ടിരിക്കുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിനും വീട്ടിലെത്തുന്നതിന് മുമ്പ് അടുത്ത വീട്ടിൽ അവൻ കയറി കക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുറ്റം ചെയ്യുന്നു. നേരത്തെ ജയിലിൽ പോയപ്പോൾ ചെയ്തതിനേക്കാളും വലിയൊരു കുറ്റം ചെയ്യുന്നു. അടിസ്ഥാനപരമായി അവനിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ശിക്ഷകൾ.
ഒരു മനുഷ്യനെ പോലും തൂക്കിക്കൊല്ലരുത്. തൂക്കിക്കൊല്ലാനുള്ള അവകാശം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല, ഒരു ഗവൺമെന്റിനും ഇല്ല. തൂക്കിക്കൊല്ലരുത്. ഒരു ജീവിയെ പോലും, ഒരു ഉറുമ്പിനെ പോലും തൂക്കിക്കൊല്ലരുത്, കൊല്ലരുത് എന്നാണ് ജൈവകൃഷി പഠിപ്പിക്കുക. ഒരു കീടത്തിനെ പോലും കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാനാണ് ഒരു കുറ്റവാളി, പെരും കുറ്റവാളി. അവനെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുക. തൂക്കിക്കൊല്ലണമെന്നാണ് പറയുക. ആരാണ് ഇവനെ കുറ്റവാളിയാക്കിയത്? പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഡിവൈനാണ്, ഈശ്വരതുല്യരാണ്. ഈശ്വരതുല്യരായി ഈ ഭൂമിയിലേക്ക് വന്ന ഒരു കുഞ്ഞ് ഇന്നൊരു കൊടും കുറ്റവാളിയായിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി? അവന്റെ അച്ഛനും അമ്മയും സമൂഹവും ഗവൺമെന്റും അല്ലേ? അവരല്ലേ അവനെ കുറ്റവാളിയാക്കിയത്. കുറ്റവാളിയായിട്ട് ഒരു കുഞ്ഞു ഈ ഭൂമിയിൽ ജനിക്കണില്ല, ഒരൊറ്റ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കണില്ല. കുറ്റവാളിയാക്കിയത് നമ്മളാണ്. അച്ഛനും അമ്മയും മറ്റുള്ളവരും ചേർന്ന് തെറ്റായ ഭക്ഷണം കൊടുത്ത്, തെറ്റായ വിദ്യാഭ്യാസം കൊടുത്ത്, തെറ്റായ സന്ദേശം കൊടുത്ത് അവനെ കുറ്റവാളിയാക്കിയിട്ട് അവനെ തൂക്കിക്കൊല്ലണം. തെറ്റാണത്. തൂക്കിക്കൊല്ലരുത്. എന്താണ് തൂക്കിക്കൊല? അവനെ സമൂഹത്തിൽ നിന്നും തീർത്തും മാറ്റുകയാണ്, എന്നേക്കുമായി മാറ്റുകയാണ്. മാറ്റിക്കൊള്ളൂ എന്നേക്കുമായി ഒരു ജയിൽ സംവിധാനത്തിലേക്ക്. തൂക്കിക്കൊല്ലാത്ത ഒരു ജയിൽ സംവിധാനം നമുക്കാവില്ലേ? തൂക്കിക്കൊല എന്ന് പറയുന്നത് കാടത്തമാണ്, കാടത്തം. അത് മനസ്സിലാക്കണം. നമുക്കതിനുള്ളൊരു അവകാശമില്ല. ഈ ഭൂമിയിലെ ഒരു ഗവൺമെന്റിനും അതിനുള്ള അവകാശമില്ല. സൃഷ്ടിച്ചത് നമ്മളല്ല. നമ്മുടെ പിന്നിൽ സൃഷ്ടി നടത്തുന്നതിൽ നമ്മുടെ പിന്നിൽ ഒരു കാരകനുണ്ട്, ഒരു പ്രേരകനുണ്ട്. കുഞ്ഞുങ്ങൾ ആരും നമ്മുടെ കുഞ്ഞുങ്ങളല്ല, നമ്മളിലൂടെ വന്നു എന്നത് ശരിയാണ്. ആ കുഞ്ഞിനെ തൂക്കിക്കൊല്ലാൻ ആരാണ് അവകാശം തന്നത്? സാധ്യമല്ല, ചെയ്യാൻ പാടില്ല. ജൈവകൃഷി അനുവദിക്കില്ല, ഇക്കോളജി അതിന് അനുവദിക്കില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്തോളൂ. പക്ഷെ ഇക്കോളജി ശാസ്ത്രം അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഒരു പുത്തൻ ജയിൽ സംവിധാനം ഉണ്ടാക്കി പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. അന്നം മനസ്സിനെ മാറ്റുവോ ഇല്ല എന്നുള്ളത്. 100% 38 വർഷം ഇക്കോളജി പഠിച്ച എനിക്ക് ബോധ്യം വന്നിട്ടുള്ളൊരു കാര്യമാണ്. സാധ്യമാണ്. ചുറ്റുപാടിനെ മാറ്റിയാൽ വ്യക്തിയെ മാറ്റാം, യാതൊരു സംശയവുമില്ല. കാരണം ബാഹ്യപ്രകൃതിയും ആന്തരിക പ്രകൃതിയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു സംവിധാനം, ജയിൽ സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ഒരു ജൈവ കൃഷിയിടം ആണ് ജയിൽ, ആയിരിക്കണം ജയിൽ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രപ്രകാരം ഡിസൈൻ ചെയ്ത ഒരു ഇടം, അതായിരിക്കണം ജയിൽ. സ്വാതന്ത്ര്യം, ഫ്രീഡം ഇൻ പ്രിസൺ, അത് ഇക്കോളജി വാഗ്ദാനം ചെയ്യുന്നു. ഫ്രീഡം ഇൻ പ്രിസൺ, ഒരു കൺട്രോൾഡ് ഏരിയയിൽ അതിനകത്തൊരു ഫ്രീഡം കൊടുത്തുകൊണ്ട് ആഘോഷത്തോടെ മനുഷ്യൻ ജീവിച്ച് അവൻ സ്വയം മാറ്റത്തിന് വിധേയനായി ജയിലിൽ നിന്നും പുറത്തു വരുന്ന ഒരു സംവിധാനം. അവിടെ സമൂഹം അവനെ അംഗീകരിക്കും. അതേസമയം ഒരു കള്ളനായി ജയിലിൽ പോയിട്ട് കള്ളനായി ഇറങ്ങി വന്നാൽ സമൂഹം അവനെ പുറന്തള്ളും. കൊടുക്കേണ്ടത് ശിക്ഷയല്ല, ചികിത്സയാണ്. ചികിത്സ, ആ ചികിത്സ കൊടുക്കുന്നതിന് ജൈവ കൃഷിക്ക് മാത്രമേ കഴിയൂ. വേറെ ഈ ഭൂമുഖത്തുള്ള ഒരു കൃഷിക്കും പറ്റില്ല. യഥാർത്ഥ അന്നമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. യഥാർത്ഥ അന്നം, യഥാർത്ഥ വിധിച്ച അന്നം അവൈലബിൾ ആക്കാൻ, സൃഷ്ടിച്ചെടുക്കാൻ ഓരോ മനുഷ്യരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഒരു സൊല്യൂഷൻ. അല്ലാതെ വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഇതൊരു ശാരീരിക ആരോഗ്യ പദ്ധതിയാണ്, മാനസിക ആരോഗ്യ പദ്ധതിയാണ്, ഒരു ആത്മീയ ആരോഗ്യ പദ്ധതിയും കൂടിയാണ്. അതൊരു സാമൂഹ്യ ആരോഗ്യ പദ്ധതിയുമാണ്. അതായത് നമ്മളുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടും. വീടുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ, അത് സമൂഹത്തിലും ആ കൂട്ടായ്മ ഉണ്ടാക്കും.
ജലസംരക്ഷണ പദ്ധതിയാണത്, ജൈവ മാലിന്യ നിർമാർജനമാണത്. ഇതെല്ലാമാണ് ജൈവ കൃഷി. എന്തിനാണ് ജൈവ കൃഷി എന്ന്? ഇവിടെ ജൈവ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല. ജൈവ കൃഷി വികസിപ്പിച്ചാൽ മതി. ജൈവ കൃഷിയിലൂടെ ഈ മാലിന്യങ്ങളെ മുഴുവൻ വളമാക്കി മനുഷ്യർക്ക്, കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി മാത്രമേ നമുക്ക് വേണ്ടൂ. ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം വരില്ല. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. അതിലൂടെ ജലസംരക്ഷണം ഉറപ്പായി കിട്ടും. ഭക്ഷ്യസുരക്ഷ, സുരക്ഷിത ഭക്ഷണം കിട്ടും. വിഷമില്ലാത്ത പോഷക സമ്പുഷ്ടമായ സുരക്ഷിത ഭക്ഷണം കിട്ടും. ഒപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. കാരണം എല്ലാവരുടെയും ആശങ്ക, ജൈവ കൃഷിയിലേക്ക് മാറിയാൽ ഭക്ഷണം ഇല്ലാണ്ടാവില്ലേ, പട്ടിണി വരില്ലേ, മരണം വരില്ലേ? ഇത്രയും നാൾ പട്ടിണി മരണം വന്നപ്പോ ജൈവ കൃഷി അല്ലായിരുന്നു. പണ്ടത്തെ ജൈവ കൃഷി അല്ല ഇന്നത്തെ ജൈവ കൃഷി. ഇവിടെ വ്യക്തമായി എന്താണ് ഭക്ഷണം എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശം, അതാണ് ഭക്ഷണം. പുനരാവിഷ്കരിക്കപ്പെട്ട ഭക്ഷണമാണ്, പുനരാവിഷ്കരിക്കപ്പെട്ട സൂര്യപ്രകാശമാണ് ഭക്ഷണം. ഭക്ഷണം ഉണ്ടാകാൻ നാം ഒന്നേ ചെയ്തു, സൂര്യപ്രകാശത്തെ ഹാർവെസ്റ്റ് ചെയ്യുക, ശേഖരിച്ച് മണ്ണിലെത്തിക്കുക. തീയിടരുത് എന്ന് പറഞ്ഞ കാര്യം അതിനാണ്. അതായത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിന്റെ ഒരു പുനരാവിഷ്കരിക്കപ്പെട്ട ഒരു സ്റ്റേജാണ് ഭക്ഷണം. വെള്ളം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്, പുനരാവിഷ്കരിക്കപ്പെട്ട സൂര്യപ്രകാശമാണ് വെള്ളം. വായു, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ പുനരാവിഷ്കരിക്കപ്പെട്ട ഒരു സാധനം, ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുടിവെള്ളം ഉണ്ടാകാൻ, ഭക്ഷ്യസുരക്ഷ ഉണ്ടാകാൻ, നല്ല വായു ഉണ്ടാകാൻ, ഓക്സിജൻ ഉണ്ടാകാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ പോരെ, സൂര്യപ്രകാശം ഹാർവെസ്റ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഭൂമിയുടെ മൂലധനം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ഈ മൂലധനം ശേഖരിക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതായത് ജൈവ കൃഷി ഒരു എക്കണോമിക്സ് ആണ്, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതിയാണ്. ജൈവ കൃഷി ഇപ്പൊ പഠിപ്പിക്കുന്ന ജൈവ കൃഷി ഫോളോ ചെയ്താൽ ഒരു രാജ്യത്തിനും സാമ്പത്തിക തകർച്ച ഉണ്ടാവില്ല. ഒരു സാധനമുണ്ട്. കാരണം ദി റിസോഴ്സ്, ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം എന്ന മാനദണ്ഡമാണ് ജൈവ കൃഷി എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇവിടെ വേറെ വിചാരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. സൂര്യപ്രകാശം അൺലിമിറ്റഡ് റിസോഴ്സ് ആണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. ഈ റിസോഴ്സിനെ ഹാർവെസ്റ്റ് ചെയ്യണം. സൂര്യപ്രകാശത്തെ ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉടൻ മനുഷ്യരുടെ തലയിൽ വരുന്നത് സോളാർ പാനലുകളാണ്. സോളാർ പാനലല്ല, ഓരോ സസ്യത്തിന്റെയും പച്ചില ഓരോ സോളാർ പാനലുകളാണ്. അത് പിടിക്കുന്ന സൂര്യപ്രകാശം, എനർജി, അത് ഒരു പുഴ പോലെ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. സോളാർ പാനലിലൂടെ പിടിക്കുന്നത് വെട്ടമാകുമ്പോൾ, കറണ്ട് ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്ന സാധനമാണ്. ഇത് അങ്ങനെയല്ല, ഇതൊരു പുഴയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പുഴ. അപ്പോൾ ജൈവ കൃഷിക്ക് അതിപ്രധാനമായ പങ്കുണ്ട് നമ്മളുടെ നിലനിൽപ്പിന്. എന്തിനാണ് ജൈവ കൃഷി? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തത് എന്താണ് ജൈവ കൃഷി എന്നുള്ളതാണ്. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു, ജൈവ കൃഷി ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന്. സായിപ്പ് ഡിഫൈൻ ചെയ്താലേ ഡിഫൈൻ ആകുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്തുകൂടാ? കേരളത്തിൽ ഒരാൾക്ക് ഒരു ജൈവ കൃഷി ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇവിടെ ലോകത്താരും ജൈവ കൃഷി ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന് കേട്ടു. അങ്ങനെയല്ല, ജൈവ കൃഷി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജീവനെ ആധാരമാക്കിയ കൃഷിയാണ് ജൈവ കൃഷി എന്നാണ്. ജീവൻ എന്ന് പറയുന്ന ചൈതന്യം, പ്രതിഭാസം, അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ജൈവ കൃഷി. അങ്ങനെ ജൈവ കൃഷി പഠിക്കുമ്പോൾ ജീവൻ എന്ന പ്രതിഭാസം എന്താണെന്ന് കൂടി പഠിപ്പിക്കേണ്ടി വരും. പഠിപ്പിക്കും. അതുകൊണ്ടാണ് മണ്ണിന്റെ ജീവൻ എന്താണെന്ന് ആദ്യം പഠിപ്പിക്കുക. മണ്ണിന്റെ ജീവൻ പഠിച്ചാലേ മനുഷ്യന്റെ ജീവനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോ ജീവനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കൃഷിയാണ് ചാണകവും ചാരവും പച്ചലയും ഇട്ടുള്ള കൃഷി.
പരമ്പരാഗത ജൈവ വളകൃഷിയാണ്. ആധുനിക ജൈവ കൃഷി ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ്. ഈ രണ്ടും രണ്ടാണ് സാധനം. ജീവൻ എന്ന് പറയുന്ന ചൈതന്യത്തെ പറ്റി ആധുനിക ശാസ്ത്രത്തിന് ഒരു ചുക്കും അറിയില്ല. മനുഷ്യ ശരീരത്തെ പറ്റി ഒട്ടനവധി അറിവ് നേടിയെടുത്തിട്ടുണ്ട്. മനുഷ്യ ജീവി എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല. മനുഷ്യ ശരീരം അധികം ജീവൻ സമം മനുഷ്യ ജീവി. മനുഷ്യ ശരീരത്തും ഉണ്ടാവണം, ജീവനും ഉണ്ടാവണം. ജീവനെ പറ്റി ആധുനിക ശാസ്ത്രത്തിന് ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾക്കത് പോരാ. നമ്മുടെ ഉള്ളിലുള്ള ജീവനെ പറ്റി, അതിന്റെ നിയമങ്ങളെ പറ്റി നാം വ്യക്തമായി പഠിച്ചേ പറ്റൂ. അത് പഠിപ്പിക്കുന്ന പാഠശാല, ജീവനെ പറ്റി പഠിപ്പിക്കുന്ന പാഠശാലയാണ് ജൈവ കൃഷിയിടം. അതുകൊണ്ടാണ് ഒരു ജീവിയെയും കൊല്ലരുത് എന്ന് പറയാൻ കാരണം. കീടം എന്നൊരു ജീവി ഇവിടെ ഇല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. മനുഷ്യനെ തൂക്കി കൊല്ലരുത് എന്ന് പറയാനുള്ള കാര്യവും അതാണ്. ജീവനെ പറ്റി മനസ്സിലാക്കിയാൽ, ജീവന്റെ നിയമങ്ങളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ അത് മനസ്സിലാക്കി തരാൻ, ബോധ്യപ്പെടുത്തി തരാൻ ജൈവ കൃഷിക്ക് മാത്രമേ കഴിയൂ. ജീവനെ പറ്റി, ജീവന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന എന്താണ്, ജീവന്റെ സ്വഭാവം എന്താണ്, ജീവന്റെ തലങ്ങളും ഭാവങ്ങളും എന്താണ്, എങ്ങനെയാണ് ജീവൻ ഫങ്ഷൻ ചെയ്യുന്നത്, ഇതെല്ലാം ജൈവ കൃഷി പഠിപ്പിക്കുന്നുണ്ട്. ജൈവ കൃഷി വ്യക്തമായിട്ട് പഠിപ്പിക്കും. പക്ഷേ ജീവനെ പറ്റിയുള്ള പാഠം പഠിക്കാൻ ഓൺലൈനിൽ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് ഓഫ്ലൈൻ തന്നെ വേണ്ടിവരും. പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ജീവൻ എന്ന പ്രതിഭാസം എന്താണ് എന്ന് അറിയണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ശരിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്ന് കോഴ്സിൽ ചേരാവുന്നതാണ്. മനസ്സിലാവും അതെന്താണ് സാധനം. അവർ പഠിപ്പിക്കുന്നുണ്ട്, ഗ്രാഫ് വരച്ച് പഠിപ്പിക്കുന്നുണ്ട്, സ്ട്രക്ചർ വരച്ച് പഠിപ്പിക്കുന്നുണ്ട്, സ്ത്രീ പുരുഷ ഭാവങ്ങൾ എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സ്ട്രക്ചർ വരയ്ക്കുന്നുണ്ട്. ചുമ്മാതല്ല ജൈവ കൃഷി ഡിസൈൻ ചെയ്ത് ഇത് മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായ ചില ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വെറുതെ ചാരവും ചാണവും പച്ചലയും വാരിയിട്ടിട്ട് കിട്ടണം എടുക്കുന്ന കൃഷിയല്ല. മനുഷ്യൻ വിചാരിക്കുന്ന അളവിന് ക്വാളിറ്റി ഫുഡ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ജൈവ കൃഷിക്ക്. അതിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇസ്രയേലിന്റെ ടെക്നോളജിയുടെ പിന്നാലെ പോയി വീണ്ടും കുഴപ്പത്തിലേക്ക് പോകാൻ നമുക്കുണ്ടല്ലോ. നമുക്ക് കേരളത്തിൽ വട്ടവട എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ വട്ടവട എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു കുറഞ്ഞത് ഒരു 20 വർഷം മുമ്പ്, 23 വർഷം മുമ്പ് ഞാൻ വട്ടവട പോയിരുന്നു. വട്ടവട ലോകത്ത് ഉള്ള എന്തും വിളയുന്ന ഒരു കാലാവസ്ഥ ഉള്ള നാടായിരുന്നു കേരളത്തിലെ വട്ടവട. എന്തും വിളയും, ലോകത്തുള്ള എന്ത് സാധനവും അതിനനുയോജ്യമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അത് പോയി കണ്ട അന്ന് തന്നെ അന്നത്തെ ഗവൺമെന്റിന് ലെറ്റർ കൊടുത്തു. സൈലന്റ് വാലി പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് വട്ടവട. വട്ടവടയെ സംരക്ഷിക്കേണ്ടത് മരങ്ങളെയല്ല, മൃഗങ്ങളെയല്ല, അവിടുത്തെ കാലാവസ്ഥ സംരക്ഷിക്കപ്പെടണം. അത്രമാത്രം ഒരു അനുകൂലമായ ആ വട്ടവട പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസ് ആയിരുന്നു, ഒരു നാച്ചുറൽ ഗ്രീൻ ഹൗസ്. അത് കളഞ്ഞിട്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാൻ നമ്മൾ കോടികൾ മുടക്കണത്. മുടക്കിയ ഗ്രീൻ ഹൗസ് മുഴുവൻ 98% ഗ്രീൻ ഹൗസുകളും വെറുതെ കിടക്കുന്നു കേരളത്തിൽ. എത്ര കോടി രൂപ നമ്മൾ കളഞ്ഞു, എത്ര കോടി രൂപ. നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിന്. വട്ടവട എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന് പറയുന്ന പഞ്ചായത്ത് 100% നാച്ചുറൽ ഗ്രീൻ ഹൗസ് ആയിരുന്നു. തകർത്ത് തരിപ്പണമായി ഗ്രാൻഡിസ് എന്ന് പറയുന്ന യൂക്കാലി വെച്ച് പിടിപ്പിച്ചിട്ട് അത് വെട്ടിവിറ്റ് കാശുണ്ടാക്കി നമ്മൾ തിരിച്ചിന് കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ കൊണ്ടുവരാൻ പറ്റും. വട്ടവടയും തിരികെ കൊണ്ടുവരാൻ പറ്റും ശരിയായ ഒരു ജൈവ കൃഷിയിലൂടെ. ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് പഠിപ്പിക്കുന്ന ജൈവ കൃഷി പറ്റില്ല. യഥാർത്ഥത്തിലുള്ള ഒരു ജൈവ കൃഷി തന്നെ വേണം. ആ കൃഷിയിലൂടെ വട്ടവടയുടെ കാലാവസ്ഥ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു നാച്ചുറൽ ഗ്രീൻ ഹൗസ് ആയിരിക്കും അത്. അതാണ് ജൈവ കൃഷി. എന്തിനാണ് ജൈവ കൃഷി എന്നുള്ളത്, ഇനി എങ്ങനെയാണ് ജൈവ കൃഷി എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോവുക. എങ്ങനെയാണ്, ഇതാണ് ആവശ്യം. മനുഷ്യർ എല്ലാവരുടെ ആവശ്യം ഇതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യം എന്ത് ചെയ്യണം,
എവിടെ തുടങ്ങണം എന്നുള്ളതായിരുന്നു. എൽസി സമയമാകുമ്പോ പറഞ്ഞേക്കണേ. നമുക്ക് നിർത്താം. എൽസി എന്തോ നിർത്താം. നമുക്കിനിയിപ്പം ഡൗട്ടുകൾ ക്ലിയർ ചെയ്താലോ? എത്രയും മണി എത്രയും 26 ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് എങ്ങനെയാണ് ജൈവ കൃഷി ഒരു 8-10 കാര്യങ്ങൾ പഠിക്കണം. മണ്ണിന്റെ pH, മണ്ണിലെ കാൽസ്യം, മണ്ണിലെ കാർബൺ, മണ്ണിലെ ഫാറ്റ്, മണ്ണിലെ മെഗ്നീഷ്യം, മണ്ണിലെ ഫോസ്ഫറസ്, മണ്ണിലെ പൊട്ടാഷ്, മണ്ണിലെ ട്രേസ് എലമെന്റ്, ചെടിക്ക് വേണ്ട യൂറിയ, ചെടിക്ക് വേണ്ട പ്രോട്ടീൻ. ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ ജൈവ കൃഷി വിജയിപ്പിക്കാം. ഒരാൾക്ക് ജൈവ കൃഷി വിജയിപ്പിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് എങ്ങനെ എവിടുന്ന് വരുന്നു, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇനി ഇന്നത്തെ സമയത്ത് കുറച്ച് സമയം കൂടിപ്പോയി. 15 മിനിറ്റ് തന്നെ ഉണ്ടായിരുന്നു എൽസി പറഞ്ഞിരുന്നത്. പക്ഷേ സബ്ജക്ട് അതൊന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയതാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. സർ, ഈ ടൊമാറ്റോ ചെടി മേളിലേക്ക് വരുമ്പോഴേ അതിങ്ങനെ വാടി കരിഞ്ഞങ്ങ് പോവുക. വളർന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അതായത് 10 ഇഞ്ചൊക്കെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് വാടിപ്പോകുന്നത്. ആ മണ്ണിന്റെ pH കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ സർ, മനസ്സിലായി? മണ്ണിന്റെ pH അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കത്തേ ഉള്ളൂ. pH നെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അതിനിടേണ്ടതാണ് pH ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനം. ഇനി SPCയുടെ pH ബൂസ്റ്റർ തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല. വേറെ കക്കാപ്പൊടി കിട്ടുന്ന അതുകൂടി പറഞ്ഞു തരും അടുത്ത ക്ലാസ്സിൽ. അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് കാൽസ്യം കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് തക്കാളി. അല്ലെ വാടിപ്പോകുന്നത് നന്നായിട്ട് വരും, വാടിപ്പോകും. ഓക്കെ, അടുത്തത്. ഹലോ സാർ. ഹലോ പറഞ്ഞു. നമുക്ക് ഈ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ എല്ലാവരുടെ സംശയങ്ങളും കറക്റ്റ് ആയില്ലേ? ഇപ്പൊ അതൊന്ന് സംശയങ്ങൾ ചോദിക്കാൻ ഒരു ഗ്രൂപ്പോ ഒരു സംവിധാനവും ഇല്ല. സംശയങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ചോദിക്കട്ടെ. ഗ്രൂപ്പിനല്ലല്ലോ സംശയം. അല്ല, അപ്പം മറ്റുള്ളവർക്കും കൂടെ അത് ഇതാവുമല്ലോ, മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇപ്പോ ഒരു സംശയങ്ങള് പറയുമ്പോ എല്ലാവരും കൂടി സംശയങ്ങൾ ചോദിക്കുമ്പോ ഒരുപാട് ടൈമുകൾ ഇതിലെടുക്കും. അപ്പോ നമ്മളെ എനിക്കുള്ള സംശയം ചോദിക്കുമ്പോ മറ്റുള്ളവർക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാലോ. അതെങ്ങനെ ഗ്രൂപ്പ് ആക്കും? നമ്മള് എങ്ങനെ ആക്കണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഒരു മറ്റേ ഗ്രൂപ്പ് കൂടെ തുടങ്ങും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ തുടങ്ങുകയാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാലോ. ഇതിന് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഉണ്ട്, ഇതിന് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ജോയിൻ ചെയ്യാണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിലവിലുള്ളതിൽ അഡ്മിൻ ഓൺലി എന്ന് മാത്രമേ ഉള്ളൂ. അഡ്മിൻ പിന്നെ ഞങ്ങൾക്ക് സംശയം ചോദിക്കാൻ കഴിയില്ലല്ലോ. അത് എല്ലാവർക്കും സംശയം ചോദിക്കാൻ എന്താ സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിയാം? അതിനൊരു ക്ലാസ് നമുക്ക് ഡൗട്ടിന് മാത്രമായിട്ട് ഒരു ക്ലാസ് വെക്കാം ഇടയ്ക്ക്. അങ്ങനെ വെക്കാം. ഇത് കഴിഞ്ഞാല് അതായത് നമ്മൾ എങ്ങനെയാണ് ജൈവ കൃഷി എന്നുള്ളത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ സംശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. നമുക്കൊരു എത്ര ദിവസം വേണേലും തരാം സംശയം തീർക്കാനായിട്ട്. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, അത് എല്ലാവരും അഡ്മിനെ മാറ്റിയാല് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടേയിരിക്കും. പുതിയതായിട്ട് വരുന്നവര് ഇതൊന്നും കേൾക്കാതെ വന്നിരുന്നേച്ചും ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കും. അതാണ് പ്രശ്നം. ഇത് നമ്മൾ പഠിച്ച കാര്യം കേട്ടവര് ചോദിക്കുമ്പോഴാണ് നമുക്ക് മറുപടി പറയാൻ കഴിയുക. അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ തുടങ്ങണ്ടേ? നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് മുതൽ തുടങ്ങേണ്ടി വരും. അത് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതും കൂടി കേട്ടിട്ട് സംശയം ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രിലിമിനറി മുതൽ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് വരില്ലേ? ചോദ്യങ്ങൾ പ്രിലിമിനറി ആയിരിക്കും. ഓക്കെ, ചോദിച്ചോ. ഡൗട്ട് ഉണ്ടായിരുന്നേ. കൃഷിയാണ് യൂസ് ചെയ്തേ? ഏത് ജൈവമാണ് യൂസ് ചെയ്തത്? ഏത്തവാഴ കൃഷിയിലെ കൊല നമുക്കൊരു 8 കിലോന്റെ അടുത്താണ് നമുക്ക് ആവറേജ് വന്നേക്കുന്നത്.
അപ്പൊ ഇതിലെ നമ്മളിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോ ചില ആൾക്കാർ പറയുന്നു അതിന്റെ അരിയുടെ ഉള്ളില് ഇങ്ങനെ ഈ പുഴുവിന്റെ അംശം ഉണ്ടാവും ജൈവ കൃഷി വരുമ്പോ എന്നൊക്കെ പറയണം. അപ്പൊ അത് എന്തെങ്കിലും ശരിയാണോ? രാസത്തിൽ വരും, പുഴു വരും. അതായത് നമ്മൾ കീടങ്ങളെ കൃത്രിമമായി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അടിച്ചാൽ അതിനകത്ത് പുഴു വരും. മനസ്സിലായില്ലേ? അല്ലാതെ ജൈവമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാഴ ജൈവ വളത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒരു കാരണവശാലും പുഴു വരില്ല, ഉണ്ടാവില്ല. കാരണം ഈ വാഴ വളരുന്നത് സ്വയം പ്രതിരോധ ശക്തി വാഴയ്ക്ക് ഉണ്ടായത് കൊണ്ടാണ് അതിന് കൊലക്കാൻ പറ്റുക. അല്ലെ അത് കൊലക്കില്ല. കൊലക്കാൻ വണ്ട് സമ്മതിക്കില്ല. മനസ്സിലായല്ലോ? അതായത് വണ്ട് കുത്തി വാഴ മറിച്ചു കളയാൻ കാരണം അത് പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കുത്തി മറിച്ചു കളയണേ. അല്ലാതെ ആളുകൾ പറയണ കേൾക്കണ്ട, എല്ലാം ചെയ്തു നോക്കുക. ഒരുപാട് പേര് തോന്നിയതുപോലെയുള്ള അഭിപ്രായമൊക്കെ പറയും. ഒന്നും അറിയില്ല, ഒന്നും ചെയ്തു നോക്കത്തുമില്ല. ചുമ്മാ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. കാര്യമായിട്ട് എടുക്കണ്ട. നമ്മൾ ചെയ്തു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സർ. ഏത്തവാഴ കയറി ആദ്യം ജൈവ കൃഷി ചെയ്തേക്കരുത് പഠിക്കാതെ. കാരണം ഏറ്റവും ന്യൂട്രീഷൻസ് കൂടിയ വാഴയാണ് ഏത്ത. അതിന് അതുപോലത്തെ മണ്ണ് വേണം. മറ്റുള്ള വാഴ പോലെ പോരാ. ഏറ്റവും കൂടുതൽ പിണ്ടിപ്പുഴു വരുന്നത് ഏത്തവാഴയ്ക്കാണ് ആദ്യം വരിക. കാരണം ആ പഴം അത്ര ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. ആ പഴത്തിന് വേണ്ട ന്യൂട്രീഷൻസ് മുഴുവൻ മണ്ണിൽ വേണം. ഇല്ലെങ്കിൽ വാഴയ്ക്ക് വണ്ട് വരും. ഇതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ആദ്യം അടുത്തത് ചോദിച്ചു. സാർ, നമ്മുടെ ഇവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇത് ചെടിയിലുള്ള ന്യൂട്രിയൻസ് അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇപ്പൊ വന്നിട്ടില്ല. പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ന്യൂട്രീഷണൽ അറിയാം. ഗവൺമെന്റിന്റെ സംവിധാനങ്ങളാണ്. ഓരോ ടെസ്റ്റിനും കൊള്ള കാശാണ് മേടിക്കുന്നത്. എങ്ങനെ ടെസ്റ്റ് ചെയ്യും? അതായത് നമ്മൾ ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് ചെന്നാല് 3000-4000 രൂപ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? അതിന്റെ എക്യുപ്മെന്റിന് കോടികൾ വേണ്ട സാധനമാണ്. പുറം രാജ്യങ്ങളിൽ എന്തോ സാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞ എന്തോ ടെസ്റ്റുകളൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ പുറം രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മളെ ആർക്കും വേണ്ട. ഇവിടെ കർഷകന് ഒട്ടും വേണ്ട. ഇന്നലെ ഇതില് യൂട്യൂബിൽ കണ്ടില്ലേ, ഒരു വാഴ വെട്ടിക്കളഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡുകാര് വാഴ വെട്ടി ഇന്നലെ കണ്ടു. ഏത്തവാഴ നിരത്തി വെട്ടിയിരിക്കുന്നു. അതായത് കമ്പിയുടെ അടിയിൽ കൃഷി ചെയ്തു വന്നു. വാഴ കേബിളിന് തടസ്സമായി വരുന്നുവെങ്കിൽ വാഴയാണോ കുഴപ്പം, കേബിൾ താഴ്ന്നതാണോ കുഴപ്പം? എന്തൊരു തോന്നിയാസാണ് കാണിക്കണമെന്നറിയാമോ? ആർക്കും വേണ്ട കർഷകനെ. ഇവിടെ കർഷകനെ ആർക്കും വേണ്ട. 400ഓളം വാഴയാണ് സാറേ വെട്ടിക്കളഞ്ഞത്. കൊലച്ച വാഴയാണ് വെട്ടിയത്. കൊലച്ച വാഴ ഞാൻ കണ്ടു. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്ന കാര്യല്ലേ? ഏത്തവാഴ ഒരു 15 കിലോ വരെ കിട്ടാൻ സാധ്യതയുള്ള ഏത്തവാഴ 600 വാഴയെങ്കിലും വട്ടം വെട്ടി ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഇട്ടിട്ട് പോയിരിക്കുന്നു. ഒറ്റ കുറ്റം ചെയ്തു, കമ്പിയുടെ അടി കൃഷി ചെയ്തു. ഒരു വാഴ പൊങ്ങിയാൽ, ഏത്തവാഴ പൊങ്ങിയാൽ എത്ര പൊങ്ങും? അത് മനസ്സിലാക്കാതെ അടിയിൽ കൃഷി. ഒരു മരം വെച്ചാൽ നമുക്ക് ഒരു മാവ് പിടിച്ചു വരട്ട് വരുന്നു, സമ്മതിക്കാം. ഒരു ഋസ്വകാല വിള, വാഴ പോലെയുള്ള ഒരു ഋസ്വകാല വിള ഒരു കമ്പിയുടെ അടിയിൽ കൃഷി ചെയ്താൽ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തടസ്സപ്പെടുത്തണ്ടേ? അതിന് പകരം വന്ന് വെട്ടിയിരിക്കുന്നു. എന്താണ് നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥരുടെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കർഷകരോടുള്ള നിലപാടെന്ന് വ്യക്തമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് കാണാം, വേലി വന്ന് കാഞ്ചം കീഞ്ചം വെട്ടി മറിച്ചിട്ട് അങ്ങ് പോകും. 2-3 ദിവസം മുമ്പ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വെട്ടി മാറ്റി കൊടുക്കില്ലേ? അത് മുട്ടണ സാധനമല്ല. അടുക്കേ നിൽക്കുന്ന ഓലമടലിനെ നീളം വെച്ചോണ്ടിരിക്കുവോ? ഓലമടൽ വലുതായി കഴിഞ്ഞാല് അതിന് പിന്നെ നീളം വയ്ക്കില്ല. ആ മടൽ വരെ തെങ്ങിന്റെ കവളിന് വെച്ച് വെട്ടും അവര്. ആർക്കോ കോൺട്രാക്ട് കൊടുത്തിട്ട് തോന്നിയതുപോലെ വെട്ടിയിട്ടിട്ട് പോകും.
കർഷകൻ ഇത് എത്ര അധ്വാനിച്ചാണ് കൊണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ള ഒരു ബോധം വേണ്ടേ? ഒരു തെങ്ങിനെ പിടിപ്പിച്ചു വിടരണം എന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു സൈഡിലെ ഓല മുഴുവൻ വെട്ടിക്കളഞ്ഞാലോ, കമ്പിയെ മുട്ടണത് വെട്ടിക്കളയാം. അതിനല്ലേ ടച്ച് എന്ന് പറയുന്നത്, ടച്ച് വെട്ടണം എന്ന് പറയുന്നത്. ഭയങ്കര സങ്കടകരമായ കാര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞില്ലേ മണ്ണിന്റെ pH. ഇന്ന് ആദ്യത്തെ ചോദ്യം അതായിരുന്നു, തക്കാളി വാടുന്നു. ഒരു മണ്ണിന്റെ pH എന്താണെന്നും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നും, അഥവാ നട്ട് കഴിഞ്ഞാൽ അതിന് വാട്ടം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ടത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാം. അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ എൽസി, നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് മാസത്തിൽ ഒരു തവണ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി എടുക്കാം. മാസത്തിൽ വേണ്ട, നമുക്ക് കുറച്ച് ഇതൊന്ന് തീർന്നു കഴിയുമ്പോ, അതായത് എങ്ങനെയാണ് ജൈവ കൃഷി എന്ന് തീർന്നു കഴിയുമ്പോ കുറെ ദിവസം നമുക്ക് ഡൗട്ടിന് വേണ്ടി വിടാം. കേട്ടാ, അല്ലാത്ത ഈ വാട്സാപ്പിൽ ശരിയാകൂല. കാരണം അത് വാട്സാപ്പിൽ ശരിയാവില്ല. വാട്സാപ്പിൽ ഞാൻ കയറണ്ടേ? അതെ, എനിക്ക് പറ്റില്ല. എനിക്ക് ഒരു മിനിറ്റ് ഇല്ല. ഒരു മിനിറ്റ് ഇനി മാറ്റി വെക്കാനായിട്ട് ഒരു മിനിറ്റ് ഇല്ല. ഇപ്പൊ ആഴ്ചയില് 6 ദിവസവും ക്ലാസ് ഉണ്ട്. 6 ദിവസം ആ ലെവലിലാണ് ഞാൻ നിൽക്കുക. അപ്പൊ ഈ വാട്സപ്പ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു കാര്യം, ക്ലാസ് കേൾക്കാതെ ആരും ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വെർഷൻ കേട്ടിട്ടേ ചോദ്യങ്ങൾ ചോദിക്കാവൂ. അല്ലെങ്കിൽ ഒന്നും മറുപടി പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റും. ഒരിക്കലും തീരില്ല സംശയം, ഒരിക്കലും സംശയം തീരില്ല. നമുക്ക് ജൈവകൃഷിയുടെ ഈ എങ്ങനെയാണ് ജൈവകൃഷി എന്നുള്ളതൊന്ന് തീർത്തിട്ട് കുറെ സംശയങ്ങൾ നമുക്ക് തീർക്കാം. അതിനുശേഷം നമുക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യ വിഷയ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഏതായാലും ചൊവ്വാഴ്ച ദിവസം ഇതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, നിർത്താം. വളരെ നന്ദി സാർ. താങ്ക് യു സർ. ഓക്കെ, കാണാം. അടുത്ത ആഴ്ച കാണാം. ലിങ്ക് ഇടാൻ വൈകിയോ? ലിങ്ക്